പുലിമടയിൽ ചെന്ന് പുലിയെ ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക എന്ന തന്ത്രവുമായി AICC വിശാല സമ്മേളനം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ആരംഭിച്ചു. കഴിഞ്ഞ 30 കൊല്ലമായി BJP ഭരിക്കുന്ന ഗുജറാത്ത് തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അതിന് സംഘടനയെ, കോൺഗ്രസിനെ ശക്തമാക്കുക, പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക. അപ്പോൾ മാറ്റങ്ങളുടെ തുടക്കം അത് ഗുജറാത്തിൽ നിന്ന് തന്നെ വേണം എന്ന നിശ്ചയത്തോടെയാണ് AICC വിശാല സമ്മേളനം അഹമ്മദാബാദിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വിശാല പ്രവർത്തക സമിതി 64 വർഷത്തിന് ശേഷമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് ഇതേപോലെ ഒരു സമ്മേളനം നടത്തുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് ഖഡ്ഗെ, സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ എല്ലാ പ്രമുഖ നേതാക്കളും സമ്മേളനത്തിനെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മേളനത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ DCC അധ്യക്ഷന്മാർക്കും കൂടുതൽ അധികാരം നൽകുക, DCCകൾ ശക്തിപ്പെടുത്തുക. അപ്പോൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർ ശക്തരായാൽ ഓരോ ജില്ലയിലെയും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയും. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, അവരുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അപ്പോൾ 2025 പാർട്ടിയുടെ പുനഃസംഘടനാ വർഷമായി ആഘോഷിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഈ വിശാല പ്രവർത്തക സമിതി സമ്മേളിക്കുന്നത്. വിപുലമായ പ്രമേയങ്ങളാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. അന്തർദേശീയ വിഷയങ്ങളിലും ദേശീയ വിഷയങ്ങളിലും പാർട്ടി എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചയും തീരുമാനങ്ങളും ഈ സമ്മേളനത്തിലുണ്ടാവും. BJP സർക്കാരിനെ എങ്ങനെയും, അതായത് മോദി സർക്കാരിനെ എങ്ങനെയും പരാജയപ്പെടുത്തുക, അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കുക. 30 കൊല്ലം തുടർച്ചയായി ഭരിക്കുന്ന ഗുജറാത്ത് ആകെ തകർന്ന നിലയിലാണ്. അപ്പം തകർന്നുപോയ ഗുജറാത്തിലെ ജനജീവിതത്തെ തിരിച്ചു പിടിക്കുക, ഇത്തരം ലക്ഷ്യത്തോടെയാണ് ഈ സമ്മേളനം ഗുജറാത്തിൽ വെച്ച് തന്നെ നടക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ, മണിപ്പൂർ കലാപത്തിന് ഉത്തരവാദികൾ അവിടുത്തെ BJP ഭരണവും കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടുമാണ് എന്ന് പ്രമേയത്തിലൂടെ സമ്മേളനം ആരോപിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം നിലനിർത്തുക, ഫെഡറലിസത്തിനെതിരെയുള്ള BJP സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക, സാമൂഹ്യ നീതിയും സമത്വവും ജനാധിപത്യവും ഉറപ്പാക്കുക. ഇത്തരം വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ പാസാക്കുക. പ്രിയങ്ക ഗാന്ധി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് സംഘടനയുടെ പുനഃസംഘടനാ വിഷയങ്ങളുമായി, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചുമതലകൾ നൽകാനാണ് സമ്മേളനം ആലോചിക്കുന്നത്. ഉടനെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ പുനഃസംഘടന വൈകാതെ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പുനഃസംഘടന കേരളത്തിലും ഗുജറാത്തിലും അങ്ങനെ രാജ്യവ്യാപകമായി പുനഃസംഘടനയിലൂടെ വർദ്ധിത വീര്യത്തോടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരിക, അതിനുള്ള അരങ്ങ് അത് ഗുജറാത്തിൽ ഒരുങ്ങുകയാണ്.